ഹായ് വെൽക്കം ടു ഐഷസ് കിച്ചൻ. ഇന്ന് 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള കുക്കിംഗ് ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അണ്ടിപ്പരിപ്പും ഐസിങ് ഷുഗറും വെച്ചിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 1 കപ്പ് അൺസോൾട്ടഡ് ഫ്രഷ് അണ്ടിപ്പരിപ്പാണ്. അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ അതുപോലെ ഇത് പൊടിച്ചെടുക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പൊടിക്കരുത്. അതൊന്ന് നിർത്തി വേണം ഒന്ന് പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പിലുള്ള നാച്ചുറൽ ഓയിൽ പുറത്ത് വരും, അപ്പോൾ നമുക്ക് പൊടിഞ്ഞ് കിട്ടില്ല. ഇനി ഇത് ഒരു അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിൽ ചില പീസസൊക്കെ പൊടിയാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഫ്രഷ് അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പിന് പകരം ബദാമും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ബദാം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ടിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം അതൊന്ന് തുടച്ചെടുത്ത് ഒന്ന് ഡ്രൈ ആക്കിയ ശേഷം വേണം പൊടിച്ചെടുക്കാൻ. അങ്ങനെ അണ്ടിപ്പരിപ്പ് പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1 കപ്പ് ഐസിങ് ഷുഗറാണ്. അതും ഇതുപോലെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ ഐസിങ് ഷുഗറും അണ്ടിപ്പരിപ്പും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 1 കപ്പ് അണ്ടിപ്പരിപ്പിന് 1 കപ്പ് ഐസിങ് ഷുഗറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാവിൻ്റെ പരുവമായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇളം ചൂടുള്ള പഞ്ചസാരയുടെ വെള്ളമാണ്. അതായത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര 1/4 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുത്ത വെള്ളമാണിത്. അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മൾ മാവിൻ്റെ പരുവമായി കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതാണിത്. അത് ഒരുപാട് ഒഴിക്കരുത്. ഞാനിവിടെ 5 ടീസ്പൂൺ മാത്രമാണ് എനിക്ക് ആവശ്യം വന്നത്. ചിലപ്പോൾ അത് 4 ടീസ്പൂൺ മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ ഒഴിച്ച് അത് മാവിൻ്റെ പരുവമായി കിട്ടുന്നത് വരെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ പഞ്ചസാരയുടെ വെള്ളത്തിന് പകരം ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചാലും മതി. പിന്നെ അതുപോലെ ഇത് നന്നായി കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് പരുവാവുന്നത് വരെ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു മാവിൻ്റെ പരുവായിട്ടുണ്ട്. പക്ഷേ ഇനിയും നന്നായി ഇത് കുഴച്ചെടുക്കണം. ഇത് നന്നായി കുഴച്ചെടുത്താൽ നല്ല ഓയിൽ റിലീസാവും. ആ അണ്ടിപ്പരിപ്പിലുള്ള ഓയിൽ പുറത്ത് വരും. അപ്പോൾ അതാണ് ആ ലെവലിൽ എത്തുന്ന വരെ നമ്മൾ കുഴച്ചെടുക്കേണ്ടി വേണം. ഇപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓയിലൊക്കെ റിലീസായി വരുന്നുണ്ട്. ഇനി ഇത് ഞാൻ 2 പോർഷനാക്കി മാറ്റി വെച്ച ശേഷം വീണ്ടും കുഴക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 2 പോർഷനാക്കിയിട്ട് ഞാൻ അതിലേക്ക് കളർ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 പോർഷനാക്കി വെക്കുന്നത്. ഇനി 2 പോർഷനാക്കിയത് ഓരോന്നായിട്ട് ഒന്ന് കൈൻ്റെ അകത്തിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താലും മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് കിട്ടും. അങ്ങനെ 2 ഡോയും റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 ഡോയും ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി വെച്ച ശേഷം അതിൻ്റെ നടുവിൽ ഒരു ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് കളറാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ 1-2 ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിസ്ത എസൻസും റോസ് മിൽക്ക് എസൻസുമാണ്. ഞാനിത് ഒട്ടുമിക്ക റെസിപ്പിയിലും ഞാനിവിടെ ഈ എസൻസാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതില്ല എന്നാണെങ്കിൽ ഇതിന് പകരം കളേഴ്സും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി കളേഴ്സ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായി നമ്മൾ കുഴച്ചെടുക്കേണ്ടി വേണം. അതായത് ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ നന്നായി സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായി എടുത്തിട്ട് നമ്മൾ നന്നായി കുഴച്ചെടുക്കണം. രണ്ടും കൂടെ ഒരുമിച്ച് കുഴക്കാനല്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം. പിന്നെ ഇപ്പോൾ ഈ അണ്ടിപ്പരിപ്പിലുള്ള ഓയിലൊക്കെ നന്നായി പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവമായി കിട്ടണം നമ്മൾ മാവ്. അങ്ങനെ ഇപ്പോൾ 2 ഡോയും നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഓയിലി മാവായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയി കിട്ടണം നമ്മളുടെ മാവ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ സിലിക്കൺ മോൾഡാണ്. അപ്പോൾ അതിനകത്ത് ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ സിലിക്കൺ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാവ് എടുത്തൊന്ന് പരത്തിയ ശേഷം നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ ഞാൻ സിലിക്കൺ മോൾഡ് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ ഇതിനകത്ത് വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം അത് ഉടനെ തന്നെ അത് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടും. അങ്ങനെ ഇത് രണ്ട് മാവും ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു ഓയിലി ടെക്സ്ചറാണ് ഇപ്പോൾ ഈ സ്വീറ്റിന് കാണുന്നത്. അത് കുഴപ്പമില്ല. അതൊരു ബട്ടർ പേപ്പറിന് മുകളിൽ ഇതിങ്ങനെ ചെയ്ത് വെച്ച ശേഷം അതൊരു 8 മണിക്കൂറെങ്കിലും പുറത്ത് വെക്കണം ഇതുപോലെ. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് അതൊക്കെ നല്ല ഡ്രൈ ആയി വരും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്വീറ്റായി വരും. അപ്പോൾ പിങ്ക് കളർ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ സ്വീറ്റ് റെഡിയാക്കാം. അതും ഇതുപോലെ തന്നെ റെഡിയാക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബദാം കൊണ്ടും ഇത് തയ്യാറാക്കാം. ബദാം തൊലി കളഞ്ഞും തയ്യാറാക്കാം. അതല്ലെങ്കിൽ ബദാം ഫ്ലേക്സ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാവുമ്പോൾ നേരിട്ട് തന്നെ അത് പൊടിച്ചെടുത്ത് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ സ്വീറ്റ് പിങ്ക് കളറും ഗ്രീൻ കളറും ഉള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ബട്ടർ പേപ്പറിൽ മൊത്തത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 8 മണിക്കൂർ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഡ്രൈ ആവും. എന്നിട്ടാണ് ഇത് യൂസ് ചെയ്യൽ. ഇതിപ്പോൾ ഒരു ഓയിലി ടെക്സ്ചറാണ്. ഇത് ഒരു 8 മണിക്കൂറിന് ശേഷം നല്ല ഡ്രൈ ആവും. എന്നിട്ട് ഇത് യൂസ് ചെയ്യാം. അങ്ങനെ കുക്കിംഗ് ഒട്ടും തന്നെ ഇല്ലാത്ത 2 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് മാത്രം തയ്യാറാക്കിയ ഈ സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക്